നടി ശ്രീലേഖ മിത്രയുടെ ഗുരുതര വെളിപ്പെടുത്തലിന് പിന്നാലെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ പദവി ഒഴിയാൻ സംവിധായകൻ രഞ്ജിത്തിനോട് സർക്കാർ ആവശ്യപ്പെട്ടതായി സൂചന. വിഷയത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് സാംസ്കാരിക വകുപ്പിനോട് രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ടതായി ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ വയനാട്ടിലുള്ള രഞ്ജിത്ത് വാഹനത്തിൽ നിന്ന് ഔദ്യോഗിക പദവി സംബന്ധിച്ച ബോർഡ് എടുത്തു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ലൈംഗികാരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട്ടെ രഞ്ജിത്തിന്റെ വീടിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ, വയനാട്ടിൽ നിന്ന് വിപിൻ സി വിജയൻ, കോഴിക്കോട്ട് നിന്ന് മിഥില ബാലൻ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിലപാടുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിൽ സർക്കാർ വലിയ രീതിയിലുള്ള വിമർശനം നേരിടുകയും പ്രതിരോധത്തിലാവുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തൽ വരുന്നത്. സർക്കാരിന് വലിയൊരു പ്രതിച്ഛായ നഷ്ടം അതുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രതിപക്ഷം വിമർശനം ശക്തമാക്കുന്ന സാഹചര്യം, പൊതുസമൂഹത്തിൽ നിന്ന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വിമർശനം അതിശക്തമായി ഉയരുന്ന പശ്ചാത്തലം, അതിനിടയിൽ രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. സർക്കാർ അത് ആവശ്യപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷഫീദ്, ശ്രീജിത്ത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന്, ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ ലഭിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും പരാതിയുമായി വന്നാൽ, ആരെങ്കിലും പേര് വെളിപ്പെടുത്തിയാൽ, അനുഭവങ്ങൾ വെളിപ്പെടുത്തിയാൽ അക്കാര്യത്തിൽ നടപടി എടുക്കും എന്നുള്ളതായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ശ്രീലേഖ മിത്ര ഇതുമായി ബന്ധപ്പെട്ട ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായ രഞ്ജിത്തിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരാരോപണം ഉന്നയിച്ചത്. ഇതോടുകൂടി സർക്കാർ പൂർണ്ണ അർത്ഥത്തിൽ വെട്ടിലായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് രാവിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ സിനിമാ മന്ത്രിയായ സജി ചെറിയാൻ രഞ്ജിത്തിനെ സംരക്ഷണ നിലപാടായിരുന്നു ആദ്യം എടുത്തതെങ്കിൽ പിന്നീട് ഫേസ്ബുക്കിലൂടെ അദ്ദേഹം നിലപാട് മാറ്റുന്ന സാഹചര്യമുണ്ടായി. മുന്നണിക്കുള്ളിലും വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു. പ്രത്യേകിച്ച് മുന്നണിയിലെ ഇടത് നേതാക്കൾ രഞ്ജിത്ത് ആ സ്ഥാനത്ത് തുടരുന്നതിലെ ധാർമ്മികത അടക്കമുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായി. ഒടുവിൽ മുന്നണിക്കുള്ളിൽ ഒരു വിഭാഗം രഞ്ജിത്തിനെ മാറ്റണം എന്നുള്ള ആവശ്യം അതൊരു സമ്മർദ്ദമായി ഉയർത്തുകയും ചെയ്തു. രാജിവെക്കുകയാണ് നല്ലതെന്ന ഇടതുമുന്നണി തന്നെ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. മുഖ്യമന്ത്രിയുടെ തീരുമാനമായിരുന്നു അതിൽ നിർണായകമായി മാറാനുണ്ടായിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ രഞ്ജിത്തിനോട് രാജി ആവശ്യപ്പെട്ടു എന്നുള്ള സൂചന ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതൊരു പക്ഷേ സ്വമേധയാ രഞ്ജിത്ത് രാജിവെച്ച് പോകുന്ന നിലയിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു പക്ഷേ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുക. എന്നിരുന്നാൽ പോലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയും തലവേദനയുമായി മാറിയിരിക്കുകയാണ് ശ്രീലേഖ മിത്രയുടെ തുറന്നു പറച്ചിൽ. നാളെ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികളുമായി ശ്രീലേഖ മിത്ര വന്നാൽ സംസ്ഥാന സർക്കാർ, സ്ത്രീ സുരക്ഷ അടക്കം പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട ചലച്ചിത്ര അക്കാദമി എന്ന് പറയപ്പെടുന്ന തലപ്പത്തിരിക്കുന്ന ആൾക്കെതിരെ തന്നെ പേരെടുത്തൊരു വിമർശനം ഉയരുകയും അയാൾ ആ സ്ഥാനത്ത് തുടരുകയും ചെയ്താൽ സർക്കാരിന് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. മാത്രവുമല്ല സർക്കാരിന് സമ്മർദ്ദമേറും. അതടക്കമുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക, അതുകൊണ്ടുകൂടിയാണ് രഞ്ജിത്തിന്റെ രാജി എന്നുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത് എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് ഒരു തീരുമാനം അറിയാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ഒരു പക്ഷേ ഉണ്ടാകില്ല, അദ്ദേഹത്തിന്റെ രാജി ഇന്ന് തന്നെ ഉണ്ടായേക്കും എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുന്നണിക്കകത്ത് നിന്ന് തന്നെ പ്രതിഷേധം ശക്തമായ പശ്ചാത്തലമുണ്ട്, എതിരഭിപ്രായം ഉയർന്നു വന്നിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ ഘട്ടത്തിൽ രഞ്ജിത്തിന്റെ രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട്, രാജി ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിനിടെ ഈ രഞ്ജിത്തിന്റെ കാറിൽ നിന്ന് ഔദ്യോഗിക ബോർഡ് ഒഴിവാക്കിയിട്ടുണ്ട്. വിപിൻ സി വിജയൻ അതിൻ്റെ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. വിപിൻ, ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടു. ഇതാ ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വരുന്ന ഒരു പ്രകാരമാണെങ്കിൽ രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. അത് ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത അത് അന്തരീക്ഷത്തിൽ സജീവമായി നിൽക്കുന്നു. അതിനിടയിൽ ഈ ബോർഡ് അഴിച്ചുമാറ്റിയ നടപടി, ഇന്നത്തെ പ്രതിഷേധം, അതിനെയൊക്കെ എങ്ങനെയാണ് കാണേണ്ടത് വിപിൻ സി വിജയൻ? റിജിത്ത്, സംവിധായകൻ രഞ്ജിത്ത് ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇന്ന് രാവിലെ വയനാട്ടിൽ ഉണ്ട് എന്നുള്ള വിവരം ലഭിക്കുകയായിരുന്നു. തൃക്കൈപ്പറ്റയിലുള്ള വെള്ളിത്തോട് എന്നുള്ള അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ ഉണ്ട് എന്നുള്ള വിവരം ലഭിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരു 11 മണിയോടുകൂടി അവിടേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനമായിട്ടുള്ള ഇന്നോവ കാർ ഉണ്ടായിരുന്നു, അതിന് ബോർഡും ഉണ്ടായിരുന്നു. ഈ സമയത്താണ്, ഏകദേശം ഉച്ചയോട് കൂടിയായിട്ടാണ് അവിടെ രഞ്ജിത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഈ നടി ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുകയും കൂടുതൽ പ്രതിഷേധങ്ങൾ പല ഭാഗത്തും ഉയർന്നൊരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് ഈ റിസോർട്ടിലേക്ക് ഒരു മാർച്ച് നടത്തുന്നത്. ഈ മാർച്ചിൽ റിസോർട്ടിന്റെ അകത്തേക്ക് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വരികയും അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. രഞ്ജിത്ത് രാജിവെക്കണം എന്നുള്ള ആവശ്യമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിച്ചത്. അപ്പോൾ ആ സമയത്ത് അവിടെ പേരിലുണ്ടായിരുന്ന പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് ഒരു ബസ് നിറയെ തന്നെ പോലീസുകാർ ഈ റിസോർട്ടിലേക്ക് എത്തുന്ന കാഴ്ചയായിരുന്നു. ഈ പോലീസുകാർ ഇത്രയും സമയം നിന്നു. അപ്പോഴൊക്കെ ഈ റിസോർട്ടിന്റെ ആളുകൾ ഉൾപ്പെടെ, അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ഉൾപ്പെടെ രഞ്ജിത്ത് അവിടെ നിന്നും പോയി കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ പ്രധാന
വഴികളിലൂടെ അല്ല അദ്ദേഹം പോവുകയും ചെയ്തത്. ഈ പോയി എന്ന് പറയുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനവും അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. 2:30 കൂടിയാണ് ആ റിസോർട്ടിലെ ജീവനക്കാർ ഈ ഔദ്യോഗിക വാഹനത്തിന്റെ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന് എഴുതിയിട്ടുള്ള ബോർഡ് അവിടെ നിന്നും അഴിച്ചു മാറ്റിയതും ആ വാഹനം അവിടെ നിന്നും മാറ്റുകയും ചെയ്തത്. ഇന്നോവ കാർ ആ റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക് ആ സമയം പോവുകയും ചെയ്തു. പിന്നീട് ആ വാഹനം അല്പസമയം കൂടി നമ്മൾ അവിടെ നിന്നു എന്നുണ്ടെങ്കിലും പിന്നീട് ആ വാഹനം തിരിച്ചു വന്നിട്ടില്ല. പോലീസുകാർ എല്ലാവരും തന്നെ റിസോർട്ടിൽ നിന്ന് ആ സമയത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. നിലവിൽ വയനാട്ടിൽ നിന്ന് രഞ്ജിത്ത് പോയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പ്രാഥമികമായി ലഭിക്കുന്നത്. ഇപ്പോൾ എവിടെ എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ വിളിച്ചിട്ട് ലഭിക്കുന്നില്ല എന്നുള്ളതുമാണ് നിലവിലെ ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ രാജിയിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ ബോർഡ് അഴിച്ചു മാറ്റിയത് എന്നുള്ള കാര്യങ്ങളിലടക്കം സജീവമായ ചർച്ച തുടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം എവിടെയാണ്, അദ്ദേഹം മാധ്യമങ്ങളെ കാണുമോ എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അദ്ദേഹം വയനാട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് മാധ്യമങ്ങളെ കാണുന്നില്ല എന്നുള്ള വിവരമാണ്. ഇന്നലെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ മറ്റൊന്നും പറയാനില്ല എന്നുള്ളതാണ് പ്രാഥമികമായി പുറത്തേക്ക് അറിയിച്ചത്. ശ്രീജിത്ത്. ശരി, വിപിൻ സി വിജയൻ വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. രഞ്ജിത്ത് വാഹനത്തിൽ നിന്ന് ഔദ്യോഗിക പദവി സംബന്ധിച്ച ബോർഡ് എടുത്തു മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈംഗികാരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട്ടെ രഞ്ജിത്തിന്റെ വീടിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിഥില ബാലൻ അതിന്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിഥില, സ്വാഭാവികമായും തുടർ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട് പോലീസ്. ക്രമീകരണങ്ങൾ എങ്ങനെ, അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെ മിഥില? ശ്രീജിത്ത്, ഞാനുള്ളത് രഞ്ജിത്തിന്റെ ചാലപ്പുറത്തെ വീടിന് മുന്നിലാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹം തന്നെ ഇവിടെയുണ്ട്. വയനാട്ടിലെല്ലാം കണ്ട പ്രതിഷേധം കണക്കിലെടുത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം കസബ പോലീസിന്റെ നേതൃത്വത്തിൽ രഞ്ജിത്തിന്റെ വീടിന് മുന്നിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനം എന്നത് രഞ്ജിത്ത് വയനാട്ടിലെ റിസോർട്ടിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നു. രഞ്ജിത്ത് അങ്ങനെയെങ്കിൽ എത്തേണ്ടത് കോഴിക്കോട്ടെ ഈ വീട്ടിലേക്കാണ്. ഇതുവരെ രഞ്ജിത്ത് എത്തിയിട്ടില്ല. എന്നാൽ രഞ്ജിത്ത് എങ്ങോട്ട് പോയി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വരികയാണെങ്കിൽ അത് കോഴിക്കോട്ട് ഈ ചാലപ്പുറത്തെ ഈ വീട്ടിലേക്കാണ് രഞ്ജിത്ത് എത്തേണ്ടത്. പക്ഷേ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ആ ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, പ്രതിഷേധം രഞ്ജിത്ത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള, നേരത്തെ നമ്മൾ കണ്ടതാണ്, യൂത്ത് കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള ഒരു പ്രതിഷേധം വയനാട്ടിൽ കണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു സാധ്യത കോഴിക്കോടും പോലീസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തടയുക എന്ന ഒരു ലക്ഷ്യം വെച്ച് കാണുന്നതാണ് രഞ്ജിത്തിന്റെ വീട്. ഈ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളോ എത്താനുള്ള ഒരു സാധ്യത പോലീസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹത്തെ ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. ഇപ്പോൾ വിപിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രഞ്ജിത്ത് എവിടെ എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതുവരെ ഈ വീട്ടിലേക്ക്, ചാലപ്പുറത്തെ ഈ വീട്ടിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല. വയനാട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. രാജിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എവിടെയായിരിക്കും ഉണ്ടാവുക, അദ്ദേഹം മാധ്യമങ്ങളെ എവിടെ നിന്ന് കാണും എന്നതെല്ലാം തന്നെ സുപ്രധാന ചോദ്യമാണ്. നിലവിൽ ഇപ്പോൾ കസബ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഇപ്പോൾ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. രഞ്ജിത്ത്. ശരി, മിഥില ബാലൻ കോഴിക്കോട്ടെ രഞ്ജിത്തിന്റെ വീടിന് മുമ്പിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിയാൻ പോകുന്നു, രാജിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള നിലയിൽ എത്തി നിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട്.